പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഉഷ്ണകാലത്തെ ചൂടിനെ മറികടക്കാൻ കുറച്ച് ഡിഷസൊക്കെ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തി. ഇതാ മറ്റൊന്നുകൂടി, ഗ്രേപ്പ് സോർബേ. ഷർബത്ത് എന്ന അറബിക് വാക്കിൽ നിന്നാണ് സോർബേ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഐസ്ക്രീമിനോട് സാദൃശ്യം തോന്നുന്ന സോർബേ ഉണ്ടാക്കാൻ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഏറിയാൽ 2 ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എങ്ങനെയാണ് സോർബേ ഉണ്ടാക്കുന്നത് എന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായി കാണിക്കുന്നുണ്ട്. മുഴുവൻ കണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടിക്കരുത്. ആദ്യം തന്നെ മുന്തിരിങ്ങ 2 നിറത്തിലുള്ളത് സീഡ്ലെസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രണ്ടും നന്നായി കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ ഏകദേശം 24 മണിക്കൂർ ഞാൻ ഫ്രീസ് ചെയ്തു. നല്ല കട്ടിയാകുക എന്ന ഉദ്ദേശത്തിലാണ് ഫ്രീസ് ചെയ്യുന്നത്. 2 മുന്തിരിങ്ങ എടുക്കാൻ കാരണം 2 തരം സോർബയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കറുത്ത മുന്തിരിങ്ങ നല്ല ഫ്രോസൺ ആയത് നടുവേ ഒന്ന് പിളർന്ന് മിക്സിയിൽ 2 ബാച്ചസായി അടിച്ചെടുക്കുന്നു. നല്ലപോലെ കട്ടകൾ ഉടഞ്ഞ പേസ്റ്റ് പരുവമാകുന്നത് വരെയാണ് അടിക്കേണ്ടത്. എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ്റായി ഞാൻ ചേർക്കുന്നത് പഞ്ചസാര മാത്രമാണ്. പഞ്ചസാര ഓപ്ഷണലാണ്. നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല, മുന്തിരിങ്ങ മാത്രം മതി. നല്ല തിക്ക് പേസ്റ്റായി അരച്ചെടുത്ത ഫ്രോസൺ മുന്തിരി സെറ്റ് ആവാനുള്ള പാത്രത്തിലേക്കിട്ട് ലെവൽ ചെയ്ത് ഒരിക്കൽ കൂടി ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നു. മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് പച്ചമുന്തിരിയും ഇതേപോലെ തന്നെ ആവശ്യമെങ്കിൽ പഞ്ചസാര കൂട്ടിച്ചേർത്ത് നല്ലപോലെ അരച്ച് മറ്റൊരു പാത്രത്തിൽ സെറ്റ് ആവാനായി വെക്കുന്നു. ഇതും കുറച്ച് സമയം ഫ്രീസ് ചെയ്താൽ നല്ലത്. സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഐസ്ക്രീം ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഫ്രീസ് ചെയ്യാൻ പറയുന്നത്. ഏത് ഫ്രൂട്ടും ഇതുപോലെ സോർബേ ആക്കാം. ആദ്യം ഫ്രൂട്ട് നന്നായി ഫ്രീസ് ചെയ്യണമെന്ന് മാത്രം. നന്നായി ഫ്രീസ് ചെയ്ത ഫ്രൂട്ട്സ് മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യമാണെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കുറച്ച് നാരങ്ങ നീര് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് നന്നായി അരച്ച് ഫ്രീസ് ചെയ്ത് ഐസ്ക്രീം പോലെ കഴിക്കാം. ഈ ചൂടുകാലത്ത് ഫ്രൂട്ട്സ് വെറുതെ കഴിക്കുകയോ ജ്യൂസ് ആക്കുകയോ മാത്രം ചെയ്യാതെ ഇതേപോലൊരു സോർബേ തയ്യാറാക്കി നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഐസ്ക്രീമിൻ്റെ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി സോർബേ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കരുത്. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി ഉടനെ കാണാം. ബൈ ബൈ.